ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി ആർക്കൊപ്പം? സിറ്റിംഗ് എംഎൽഎയും മന്ത്രിയുമായ വി.എൻ. വാസവൻ LDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് UDF സ്ഥാനാർത്ഥിയായും മണ്ഡലത്തിൽ പോരാട്ടം നടന്നപ്പോൾ 2020യുടെ പ്രതിനിധി ആതിര D. നായർ NDA സ്ഥാനാർത്ഥിയായി കളം പിടിച്ചപ്പോൾ ഏറ്റുമാനൂർ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കിടയിൽ ജനവിധി തേടിയ LDF സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. പുതിയ വികസന കാഴ്ചപ്പാടുകളുമായിട്ടാണ് UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ നാട്ടകം സുരേഷ് ജനവിധി തേടിയത്. നാട്ടകം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ച നാട്ടകം സുരേഷിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും മണ്ഡലത്തിൽ ഉയർന്നുവരുന്നുണ്ട്. എന്താണെങ്കിലും LDF UDF നേതൃത്വവും സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. മത്സരം കടുത്തതോടെ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ലഭിക്കുകയുമില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയായ NDA സ്ഥാനാർത്ഥി ആതിര D. നായർ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മണ്ഡലത്തിൽ മത്സരിച്ചതും ഇതിനോടകം തന്നെ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.